ഹായ് എവരിവൺ, ദിസ് ഇസ് ആൻസി. ഇപ്പോൾ കാണിക്കുന്നത് ചിക്കൻ കാരി ഫാബ്രിക്കാണ്. അതിൻ്റെ ബോർഡർ ഭാഗമാണ് കാണിക്കുന്നത്. കട്ട് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് മെഷർമെൻറ്റ്സ് ഒക്കെ നോക്കാം. അംബ്രല കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇവിടെ ചെറിയൊരു പ്രിൻസസ് കട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്ന മെറ്റീരിയൽ ചിക്കൻ കറി മെറ്റീരിയലാണ്. മെയിൻ ഫാബ്രിക് വന്നിട്ട് 3.5 മീറ്റർ ഉണ്ട്. പിന്നെ ലൈനിങ് വന്നിട്ട് 3 മീറ്ററാണ് എടുത്തേക്കുന്നത്. ആദ്യം ഫസ്റ്റ് 38, അത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേന് 9.5 കിട്ടും. പിന്നെ രണ്ടാമത് എടുത്തേക്കുന്നത് ചെസ്റ്റ് വിഡ്ത്താണ്, അത് 36. പിന്നെ മൂന്നാമത് വേസ്റ്റാണ്, വേസ്റ്റ് 34. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേന് 8.5 ആണ് കിട്ടുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കാം ഇങ്ങോട്ട്. നമ്മുടെ ക്ലോത്ത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇട്ടേക്കുന്ന ഒരു പിക്ചറാണ് കാണിച്ചേക്കുന്നത്. ആ ബസ്റ്റിൻ്റെ ഭാഗത്ത് ഡിവൈഡ് ചെയ്തേക്കുമ്പോഴത്തേന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേന് ഈ 9.5 കിട്ടും. നമുക്ക് സീം അലവൻസും കൂടെ കൊടുത്തിട്ട് 2 1.5 നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ സീം അലവൻസ് കൊടുക്കാം. ഞാനിവിടെ 1.5 ആണ് സീം അലവൻസ് കൊടുത്തേക്കുന്നത്. അതുപോലെ താഴെ 9, ഏറ്റവും താഴെ വേസ്റ്റിൻ്റെ ഭാഗത്ത് വന്നിട്ട് 8.5 ആണ് കൊടുത്തേക്കുന്നത്. ഇനി ഇവിടെ ഇങ്ങനെ ഒരു കട്ട്, ഇങ്ങനെ ക്ലോത്ത് കട്ട് ചെയ്ത് കളയേണ്ടതായിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ചും കൂടെ ഇവിടെ ഒരു 2 അല്ല ഒരു 4 വേണമെങ്കിൽ കൊടുക്കാം. കുറഞ്ഞു പോയാലും പ്രോബ്ലമാണ്. അത് കാരണം കൊണ്ട് നമുക്ക് കുറച്ച് എക്സ്ട്രാ കൊടുത്താലും പിന്നീട് അധികം ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാമല്ലോ. ഞാൻ അങ്ങനെയാണ് കുറച്ച് എക്സ്ട്രാ ഇട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പം എക്സ്ട്രാ ഉള്ള ഭാഗം ഞാൻ ലാസ്റ്റ് കട്ട് ചെയ്ത് കളയും. അടുത്തതായിട്ട് നെക്ക് ലെങ്ത് വന്നിട്ട് 6.5 ഹാഫ് ഇഞ്ചും കൂടെ ഞാൻ കൂട്ടിയാണ് എടുക്കുന്നത്. അത് സ്റ്റിച്ച് ചെയ്ത് പോകുന്ന കാരണം കൊണ്ട് നെക്ക് വിട്ട് 7, അത് മടക്കിയിടുമ്പോഴത്തേന് 3.5 എടുക്കുന്നത്. നെക്ക് ബാക്ക് ലെങ്ത് വന്നിട്ട് 1.5 + 1/2, ഇപ്പോൾ ടോട്ടൽ 2 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. അംബ്രല്ല, അതായത് താഴെ സ്കേർട്ട് പോർഷൻ, അതായത് ഈ ഭാഗം ഈ ഭാഗത്തെയാണ് കാണിച്ചേക്കുന്നത്. ഈ ഭാഗത്തെ ഈ മെയിൻ പാർട്ട് വന്നിട്ട് 24ഉം താഴത്തെ ബോർഡർ അറ്റാച്ച് ചെയ്തേക്കുന്ന ഭാഗം 6ഉം ആണ്. ടോട്ടൽ ഈ ലെങ്ത് വന്നിട്ട് 30 ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ യോക്ക് പോർഷൻ 13 ആണ് ഇവിടെ എഴുതിയേക്കുന്നത്. +1 കൂടെ ഇട്ടിട്ട് സീം അലവൻസും കൂടെ ചേർത്തിട്ട് 14 എടുക്കാം. ഇവിടെ ഈ പോയിന്റുകൾ തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 8 ആണ്. 8 ഈ ഡ്രസ്സ് ഫോൾഡ് ചെയ്തിടുമ്പോഴത്തേന് ഞാനിവിടെ കാണിക്കണം. ഡ്രസ്സ് ഫോൾഡ് ചെയ്തിടുമ്പോഴത്തേന് അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേന് 8 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 4 വരും. അപ്പോൾ ആ 4 ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഈ ഗ്യാപ്പ്, ഈ കട്ടിങ് വരുന്നത് 4.5 ആണ് ഇവിടുത്തെ ലെങ്ത് കൊടുത്തേക്കുന്നത് ഞാൻ. പിന്നെ ഈ ഗ്യാപ്പ് വരുന്നത് 2.5 ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ സ്ലീവിൻ്റെത് 14 + 2 എക്സ്ട്രാ 2 കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ലെങ്ത്തിൻ്റെ വിട്ട് വന്നിട്ട് 10. ഇത് ഡിവൈഡ് ചെയ്തിട്ട് 5 ആക്കണം. ഇവിടുത്തെ വണ്ണം 5 ആക്കണം. പിന്നെ എക്സ്ട്രാ സീം അലവൻസും കൂടെ ആഡ് ചെയ്യണം. അതിനുശേഷം സ്കേർട്ട് പോർഷൻ, ഈ പോർഷൻ കോർണർ ടു കോർണറാണ് ഇത് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇവിടെ ഈ വേസ്റ്റിൻ്റെ ഈ ഭാഗത്ത് അളവാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ മെഷർമെൻറ്റ് എടുക്കുമ്പോഴത്തേന് 34 ഡിവൈഡഡ് ബൈ 4 വരുമ്പോഴത്തേന് 8.5 വരും. അപ്പം എക്സ്ട്രാ ഹാഫ് ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ചും കൂടെ കൊടുത്തേക്കണം, അതായത് സീം അലവൻസ് പോകും. പിന്നീട് സെയിം മേളിൽ കാണിച്ചതുപോലെ 24, 6 ടോട്ടൽ സ്കേർട്ടിൻ്റെ ലെങ്ത് വന്നിട്ട് 30 ആണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ലൈനിങ് കട്ട് ചെയ്യാം. ആദ്യം ഫാബ്രിക് രണ്ടായിട്ട് മടക്കിയതിന് ശേഷം സ്ട്രൈറ്റ് ആയിട്ട് മുകളിലൊന്ന് വരച്ച് അത് കട്ട് ചെയ്ത് കളയേണ്ട ഭാഗമാണ്. പിന്നീട് ഒരു പേപ്പറിലേക്ക് ഞാൻ സെയിം മുമ്പേ കാണിച്ച അളവുകളൊക്കെ വരച്ചെടുത്തതിന് ശേഷം പേപ്പർ കട്ട് ചെയ്തിട്ടാണ് ഞാൻ തുണിയിലേക്ക് വെച്ച് മാർക്ക് ചെയ്യുന്നത്. ഇത് ബാക്ക് പോർഷനാണ് കട്ട് ചെയ്യുന്നത്. ബാക്ക് പോർഷനിൽ നെക്ക് ലെങ്ത് വന്നിട്ട് 2 ഇഞ്ച്, വിഡ്ത്ത് 3.5 ഇഞ്ചാണ് ഇപ്പോൾ ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ട് യോക്ക് പോർഷൻ്റെ ലൈനിങ് ആണ്. കുറച്ച് ക്യാമറയുടെ മുന്നിലേക്ക് കയറിയിട്ടുണ്ട്, സോറി.
താഴത്തെ സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്യാനാണ് ലൈനിങ് ഞാൻ 4ആയിട്ട് മടക്കുകയാണ്. അതും കോർണർ ടു കോർണറാണ് മടക്കുന്നത്. ആ ബോർഡർ പാർട്ട് സെപ്പറേറ്റ് കട്ട് ചെയ്ത് മാറ്റുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നീട് മെയിൻ ക്ലോത്തിലേക്ക് ലൈനിങ് കട്ട് ചെയ്ത പാർട്ട് വെച്ചിട്ട് വരച്ചെടുക്കുകയാണ്. അതിനുശേഷം
ഒരു സ്വിം റൂമല്ല, സ്വിം കോർണർ എന്ന് പറയുന്നതായിരിക്കും ശരി. അതിൻ്റെ സൈഡ് വ്യൂ ആണ് ഇത് കാണിക്കുന്നത്. ആദ്യമായിട്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെയുള്ള വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് അറിയത്തില്ല എങ്ങനെ എടുക്കേണ്ടതെന്ന്.